ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പറശ്ശിനിലാട്ടോ. അപ്പോൾ പറശ്ശിനിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും വിജയ് ചേട്ടൻ, ഏട്ടൻ, ഏച്ചി, അജ്ജു, അമ്മ, നമ്മൾ ഇത്ര പേരായിട്ടുള്ളത്. അബിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട്, അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ആ വഴിയിലൂടെ നടക്കുന്ന കാഴ്ചയായിട്ടത്. അപ്പോൾ കാശി ഫുള്ള് രണ്ട് സൈഡിലും നോക്കി ഇങ്ങനെ എന്തെല്ലാം വാങ്ങേണ്ടതെന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ ഒന്നും കൂടുതലൊന്നും മേടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, കാരണം എല്ലാ കളിപ്പാട്ടും വീട്ടിലുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ അമ്പലത്തിൽ എത്താറായി. ഞാൻ അകത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ, ഞാൻ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് അങ്ങനെ കയറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, കാരണം 7ാം മാസം ആവാനായതുകൊണ്ട് ഞാൻ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങ് കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ തെയ്യമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല കൃഷ്ണൻ്റെ വിഗ്രഹമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ രാധേച്ചി കുറേ വിലയെല്ലാം ചോദിച്ച് സെറ്റാക്കി വെക്കണേ. ഓൾറെഡി അവരൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും വില കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ചോദിച്ചിട്ട്. പിന്നെന്താ, നല്ല നല്ല രസമുണ്ടായിരുന്നു. രാവിലെ ആയിട്ട് നല്ല വൈബായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 8 മണിയെല്ലാം അമ്പലത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിനി അമ്പലത്തിൽ. അങ്ങനെ അമ്പലത്തിൽ കയറി. പിന്നെ ഇവർ നമ്മൾ പുഴേൻ്റെ സൈഡിലെല്ലാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കാശീനെ കുറച്ച് വെള്ളത്തിലെല്ലാം കളിപ്പിച്ചു. ഞാനങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അജ്ജുവും പിള്ളേരെല്ലാം കുറച്ച് ഇങ്ങനെ കളിച്ചു പുഴേൻ്റെ സൈഡിലെല്ലാം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആ പുഴേൻ്റെ സൈഡിലിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറി, പക്ഷെ അങ്ങ് നടയിലോട്ട് പോയിട്ടുണ്ടായിട്ടില്ല, ഈ സൈഡിലായിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പെല്ലാം ഉരി വെച്ചിട്ട് പിന്നെ പുഴയിൽ കാലെല്ലാം കഴുകിയിട്ടാട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയത്. നല്ല അത്യാവശ്യം വലിയ തിരക്കെന്ന് പറയാനുമില്ല, പക്ഷേ തിരക്ക് അത്യാവശ്യം തിരക്കുമുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. പക്ഷേ അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ലോളം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടുള്ളത് കൊണ്ട് അത്ര നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞിട്ടോ. പിന്നെ അങ്ങനെ കുറേ ബോട്ടെല്ലാം പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാണുമ്പോൾ തന്നെ അറിയാം അത്ര വെളിച്ചമൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ രാവിലെ ആ ഒരു സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിട്ടോ. നമ്മൾ ചായ കുടിക്കാണ്ട പോയത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായത്. അങ്ങനെ കാശി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാശിക്ക് ഇതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പറശ്ശിനി വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇത് കുറച്ച് അറിയാനായില്ലേ. അപ്പോൾ അതിന് ശേഷം അങ്ങനെ വന്നിട്ടില്ല തോന്നുന്നു. ഒരു വർഷം എന്തായോ വന്നിട്ട്. അങ്ങനെ വിജയചേട്ടനും അജ്ജും അങ്ങനെ കൈ പിടിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ കാല് ഇങ്ങനെ മീനെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പിന്നെ അതിൻ്റെ സൈഡായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പോയിട്ടാ. എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സൈഡായിട്ട് ഇപ്പോൾ ഫുള്ള് മൊത്തം മാറ്റം വരുത്തിയില്ലേ, ഈ സൈഡെല്ലാം പുതിയതായിട്ട് സെറ്റാക്കിയതല്ലേ. അപ്പോൾ അവിടെ നിന്നെല്ലാം കുറേ ഫോട്ടോസെല്ലാം എടുത്തു. കാശി കുറേ കളിച്ചു. കാശിക്ക് കുറച്ച് ഇങ്ങനെ ആ സൈഡിലായിട്ട് ആ കയ്യിലുള്ള കറങ്ങുന്ന സാധനമെല്ലാം മേടിച്ചിട്ട് അവിടെ സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം ആക്കി ഫോട്ടോയെല്ലാം എടുത്ത് നല്ല വ്യൂ ആയിരുന്നു. ബാക്ക് പുഴയുള്ളത് കൊണ്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ സാധനം കേട്ടോ കാശിക്ക് അവിടെ നിന്ന് വാങ്ങിയത്, ഈ അമ്മേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ചന്തയിൽ നിന്നെല്ലാം കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ച് നമ്മൾ അവിടെ പോകാനുള്ള പുറപ്പാടിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിൻ കാശിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കാശിനെ ഈ വരുന്ന വഴിക്ക് റെയിലുണ്ടല്ലോ. അപ്പോൾ ട്രെയിനെല്ലാം കാണിച്ച് ആ സമയത്ത് തന്നെ പിന്നെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാശിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം അവന് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. 1-2 പ്രാവശ്യം പോയി, പക്ഷെ അത് അവന് ഓർമ്മയില്ല, കുറച്ച് ചെറുതാകുമ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ അവനൊന്ന് ട്രെയിനിൽ കയറ്റണമെന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു MRI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ അമ്പലത്തിൽ നിന്ന് മറ്റേ പയറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറി വേണ്ടതെല്ലാം ചായയെല്ലാം കുടിച്ച് നമ്മൾ പിന്നെ നേരെ പോയത് മാടായിക്കാവിലേക്കായിരുന്നു. മാടായിക്കാവ് അമ്പലത്തിലേക്ക്. അപ്പോൾ അവിടെ പോകുമ്പോഴും മെയിൻ ഇതന്നെയാണ്. ചന്തയെല്ലാം കാണുമ്പോൾ കാശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, കാരണം എല്ലാ സാധനവും ഉണ്ട്. പിന്നെ പറശ്ശിനിയിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ മാടായിക്കാവിൽ പോയി ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഇവർ പൂജയെല്ലാം പ്രസാദമെല്ലാം വാങ്ങിച്ചിട്ട് പുറത്ത് വന്നിട്ട് പിന്നെ നമ്മൾ പോയതില്ലേ, അവിടുന്ന് വരുന്ന വഴിക്കുണ്ടല്ലോ, നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ട് നമ്മൾ ഷോപ്രിക്സിൽ ഒന്ന് കയറി കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ആകുമ്പോഴത്തേക്കും സമയം ഒരു 2 മണിയായിട്ടുണ്ടായിരുന്നു കാഞ്ഞങ്ങാട് എത്തുമ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ സാധനമെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനമായിരുന്നു, അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പിന്നെ വിഷുവിൻ്റെ കുറച്ച് ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കാഞ്ഞങ്ങാട് ഒരു ഹോട്ടലിൽ കയറി ചോറും കഴിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.